പറയുന്നതുകൊണ്ട് വലിയ കോലാഹലമായിരുന്നു ഇവിടെ കുറച്ചു കാലമായിട്ട്. വന്നപ്പോ ഇതാണ് ഗൈസ് അവസ്ഥ. ഞാൻ ശരിക്കും ചിരിച്ച് മണ്ണ് കപ്പി. ഞാനൊരു 5 മിനിറ്റ് ഇരുന്ന് ചിരിച്ചു ഈ വീഡിയോ കണ്ടിട്ട്. എന്താ കാര്യം എന്നറിയാമോ? സുജിയ പാർവതി ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്ററായി 10 ലക്ഷം രൂപയൊക്കെ വാങ്ങി സാലറി വാങ്ങി ബിഗ് ടിവിയിലേക്ക് വന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, കുറച്ച് സ്ത്രീ ശാക്തീകരണമൊക്കെ തള്ളിയിട്ട്. സുജിയ പാർവതി റിപ്പോർട്ടർ ചാനലിൽ നിന്നും പുതുതായിട്ട് വരുന്ന ബിഗ് ടിവിയിലേക്ക് പോവുകയാണ്. സുജയെ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാൾ ഞാനായിരിക്കാം. സ്വാഭാവികം. എന്തായാലും സുജിയ ഭയങ്കര സംഭവമാണ്. അനിൽ ഒരു കിങ് മേക്കർ ആണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്നിട്ട് ഇത് കണ്ടിട്ട് നാണം വന്നു. നിങ്ങളൊക്കെ ആ വീഡിയോയുടെ താഴെ ഫുള്ള് എന്നെ ഭയങ്കര ചീത്തവിളിയും കളിയാക്കലും പരിഹാസമൊക്കെ ആയിരുന്നേ. അത് കേട്ടുവാങ്ങി ഞാനിപ്പോ ആരായി? ബിഗ് ടിവി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു സ്മോൾ ടി വി ആയിരുന്നു വന്നത്. അത് പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്ന് പൊങ്കാലിടുന്നു. ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്ന് കുത്തിത്തിരിക്കി പൊങ്കാലിടുന്ന ഈ അനിൽ അരൂരിനെ ലക്ഷ്മി പത്നി എന്താ പറഞ്ഞെന്ന് അറിയാമോ? മാധ്യമ ലോകത്തെ രാജമൗലിന്ന്. ടെലിവിഷൻ മേഖലയിലെ രാജമൗലിയാണ് അനിൽ അരൂർ എന്നാണ് പറഞ്ഞത്. അപ്പോ അതൊക്കെ കേട്ട് ഞാൻ രോമാഞ്ചം കൊണ്ടിരുന്ന രോമാഞ്ചമായിരുന്നു എനിക്കത് കേട്ടപ്പോ. അത്രയൊന്നും ഇല്ലെങ്കിൽ ഒരു സത്യനന്ദിക്കാടെങ്കിലും ആയിരിക്കുന്നു ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നേ. ഇപ്പൊ നോക്കിയേ, അനിൽ അരൂരും സുജിയ പാർവതിയും മാധ്യമ ലോകത്തെ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനുമായി മാറിപ്പോയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്റെ പൊന്നും കുരിശു മുത്തപ്പ. ഞാനിത് ഈ പൊങ്കാലയുടെ ഒരു ദൃശ്യം കണ്ടിട്ട് പറയല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് ഈ ബിഗ് ടിവിയിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ സാധനം വെച്ച് നോക്കുന്നുണ്ടായിരുന്നേ. ഇറാനിൽ അയത്തുള്ള വധിക്കപ്പെട്ട ദിവസമാണ് ഇവർ സംപ്രേഷണം ആരംഭിച്ചത്. പ്രധാനപ്പെട്ട ഒരു ഇന്റർനാഷണൽ ബ്രേക്കിംഗ് നടക്കുമ്പോൾ എന്തൊരു ശോകമായിരുന്നു ആ റിപ്പോർട്ടിംഗ് അറിയാമോ? ഒരുത്തിനും വിവരമില്ല, എങ്ങനെ ഒരു അന്താരാഷ്ട്ര വിഷയം റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതൊക്കെ പോട്ടെ, രാജമൗലിയുടെ TV സ്ക്രീൻ എന്ന് പറയുന്നത് പഴയ ദൂരദർശൻ പോലെ. എടേ ആ ക്യാമറയിലെ ലെൻസിലെ എണ്ണയെങ്കിലും ഒന്ന് തുടച്ചിട്ട് വാർത്ത വായിക്കുമെന്ന് പറയാൻ തോന്നുന്ന അത്ര ഒരു ബ്ലറായിട്ട് എന്തൊക്കെയോ ക്ലാരിറ്റി ഇല്ലാത്ത ദൃശ്യം. ഞാനിപ്പോ ഐഫോണിലാണ് വീഡിയോ ചെയ്യുന്നത്, എന്ത് ക്ലാരിറ്റി ഉണ്ട്? അതിന്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത എന്താ വിഷയം? അവർക്ക് സൗണ്ടിന്റെ ക്വാളിറ്റി ഇല്ല, ഉപയോഗിക്കുന്ന ഫോണ്ട്, കളറ്, ഗ്രാഫിക്സ് എല്ലാം ശോകം. ആകെ ദാരിദ്ര്യം പിടിച്ച സ്റ്റുഡിയോ. അതൊക്കെ പോട്ടെ, സ്ക്രീനിൽ വരുന്ന ഒരുത്തനും ഈ വിഷയം മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. 5 മിനിറ്റ് സുജയ്ക്ക് പോലും കഴിഞ്ഞില്ല. ഇതാണോടെ രാജമൗലിയുടെ സിനിമ? ഇതൊക്കെയാണോ നീ കണ്ട രാജമൗലിയുടെ? അത് ഏത് സിനിമയുടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അലിൻ ജോസ് പെരേരയുടെ മ്യൂസിക് ആൽബം അല്ലേ? അല്ലാതെ ഇതിലെങ്ങനെയാ രാജമൗലിയുടെ സിനിമ വരുന്നതെന്നാണ് എന്റെ സംശയം. ആറാട്ടണ്ണന്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇതിലും കിടിലൻ സംഗതിയാന്ന് പറയാതിരിക്കാൻ പറ്റൂല. എന്നിട്ട് ആദ്യ ദിവസം തന്നെ റിപ്പോർട്ടർ ടിവിയുടെ മീറ്റ് എഡിറ്റേഴ്സ് അടിച്ചു മാറ്റിയിട്ട് ഇവരെല്ലാം കൂടെ ഒരു തരം താണ അനുകരണം നടത്തിയേ. റിപ്പോർട്ടറിന്റെ കോപ്പി അടിയെന്നൊന്നും ശരിക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ, റിപ്പോർട്ടർ തന്നെ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് കോപ്പി അടിച്ചതാണ്. പക്ഷെ കോപ്പി അടിക്കാൻ ഒരു ബുദ്ധി വേണം. നമുക്ക് എന്ത് കോപ്പി അടിക്കാം? മനോരമേനെ മംഗളത്തിന് കോപ്പി അടിക്കാം, മംഗളത്തിന് മനോരമയെ കോപ്പി, അത് ബുദ്ധി വേണം. റിപ്പോർട്ടർ ഔട്ട് ഓഫ് ഫോക്കസ് കോപ്പി അടിച്ചെങ്കിൽ അതിന് സ്വന്തമായിട്ട് ഒരു രസം, ഒരു രീതി, ഒരു എഡിറ്റോറിയൽ തീരുമാനമൊക്കെ ഉണ്ടായിട്ട് അത് കുറച്ച് രസകരമായി നമുക്ക് കാണാവുന്ന പ്രോഗ്രാം തന്നെ. എപ്പോഴും സത്യം പറഞ്ഞാല് എനിക്കിപ്പോ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടം ആൻഡോ അഗസ്റ്റിനെയാ. മുതലാളി ശരിക്കും ഇപ്പൊ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ഏത് ജേർണലിസ്റ്റുകളെക്കാളും നല്ല രസമായിട്ടൊക്കെ രാഷ്ട്രീയം പറയുന്നുണ്ട്. കൊള്ളാം മോനെ. രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ ബിഗ് ടിവി മീറ്റ് ദ എഡിറ്റേഴ്സ് കോപ്പി അടിച്ചപ്പോ അനിൽ അരൂര് ആൻഡോ അഗസ്റ്റിനെയും കൂടി കോപ്പി അടിക്കാനുള്ള ഒരു വിഫല ശ്രമം അങ്ങോട്ട് നടത്തിയിട്ട് ഈ പാനലിന്റെ നടുക്ക്, ജേർണലിസ്റ്റുകളുടെ നടുക്ക് കയറി ഞെളിഞ്ഞിരുന്നു. അപ്പോ സുജയ പൊങ്കാലിടുമ്പോ അനിൽ അരൂര് തിക്കി തിരക്കി അരി വാരിയിടുന്ന പോലെ ജേർണലിസ്റ്റുകളുടെ ഇടയ്ക്ക് ഇരിക്കുക. ശരിക്കും അനിൽ അരൂര് ജേർണലിസ്റ്റ് അല്ല, ബിഹൈൻഡ് ദ സ്ക്രീനിലൊക്കെ പണിയെടുക്കുന്ന ഒരു ടെക്നീഷ്യനും അത്യാവശ്യം ബിസിനസ് അറിയാവുന്ന, പരസ്യം പിടിക്കാവുന്ന, പണം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാണ്. ആ മനുഷ്യനാണ് പുള്ളയെ ആൻഡോ അഗസ്റ്റിനെ കണ്ടിട്ട് മോട്ടിവേഷൻ കയറിയിട്ട് ജേർണലിസ്റ്റുകളുടെ കൂടെ ചർച്ചയ്ക്ക് ചാടി കയറിയിരുന്ന് ചർച്ച ചെയ്ത് തേഞ്ഞു പോയിടാ. ഞാൻ ശരിക്കും കണ്ടു. എനിക്ക് തോന്നുന്നു ഈ ആൻഡോ അഗസ്റ്റിനെ കാണുമ്പോഴേ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. കുറെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ജേർണലിസ്റ്റ് ആവാം, പൈസ ഉണ്ടെങ്കിൽ എന്തും ആവാം, ചാനലിൽ വന്ന് അഭിപ്രായം പറഞ്ഞ് താരമാകാന്ന്. സംഗതി അത്രയ്ക്കും സിമ്പിൾ അല്ല കേട്ടോ. പണത്തിന്റെ മേലത് നടക്കില്ല. ആൻഡോ അഗസ്റ്റിൻ ജേർണലിസ്റ്റ് ഒന്നും പഠിച്ചിട്ടില്ല. ആൻഡോയ്ക്ക് പക്ഷെ ഒരു ജേർണലിസ്റ്റിക് സെൻസ് ഉണ്ട്. പിന്നെ നികേഷ് കുമാറിന്റെ ഒക്കെ കൂടെ ഇപ്പൊ അരുണിന്റെ കൂടെ ദീർഘകാലം ഇടപഴകി പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പുള്ളിയുടെ കഠിനാധ്വാനം, നന്നായി ഹോംവർക്ക് ചെയ്തിട്ടാണ് ഓരോ ചർച്ചയ്ക്കും പുള്ളി വരുന്നത്. ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നല്ലോ, എന്താണ്? ആന പിണ്ടിടുന്നത് കണ്ടിട്ട് മുയലോ അണ്ണാനോ ആമയോ എന്തോ പിണ്ടിട്ടാലോ എന്തോ സാധനം കീറിപ്പോകുന്നു. അതുപോലെയാണ് ഇപ്പൊ ബിഗ് ടിവിയുടെ അവസ്ഥ. റിപ്പോർട്ടറിനെയും 24-നെയും കണ്ടിട്ട് അവിടെ പിണ്ടിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്താണ് പുറത്തു വരാന്ന് എനിക്കറിയില്ല. അന്നത്തെ ബിഗ് ടിവിയുടെ മീറ്റ് എഡിറ്റേഴ്സ് ശോകമായി പോയത് ഈ അനിൽ അരൂർ ഇരുന്ന് മന്ദത്തരം വിളമ്പിയത് കൊണ്ട് മാത്രമല്ല. ചീഫ് എഡിറ്റർ ആരാണ്? സുജയ. ചീഫ് എഡിറ്റർ എന്ന് വെച്ചാൽ ഒരു ആലങ്കാരിക പോസ്റ്റ് അല്ല, എഡിറ്റോറിയൽ തീരുമാനങ്ങൾ എടുക്കണം, മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. ചില്ലറ ജോലിയല്ല അത്, തലയുടെ കിളി പാറും.
ഇവരാണെങ്കിൽ സംപ്രേഷണം ആരംഭിച്ചത് ഈ പറഞ്ഞാൽ ഇവരെ കയ്യിൽ നിൽക്കാത്തൊരു വിഷയം, ഇറാൻ ഇസ്രായേൽ അമേരിക്ക വിഷയം. ഈ വിഷയത്തിൽ ഒരു സംഖ്യയായ സുജയുടെ സ്റ്റാൻഡ് എന്താ അത് നമുക്ക് കൃത്യമായിട്ട് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിന് പാഴൂർ പടിപ്പര വരെയൊന്നും പോകണ്ട. അതിലൊക്കെ ഉപരി ചീഫ് എഡിറ്റർ എന്നൊരു ആലങ്കാരിക പോസ്റ്റ് സുജയ്ക്ക് കൊടുത്തെങ്കിലും ആ പാനലിൽ ഇരിക്കുന്ന ഒറ്റയൊരുത്തിനും സുജയെ ചീഫ് എഡിറ്റർ ആയിട്ട് അംഗീകരിക്കുന്നില്ല, അതിന് റെസ്പെക്ട് നൽകുന്നില്ല, അതിന് അനുസരിക്കൊന്നും ചെയ്യുന്നില്ല. പാനലിൽ ഇരിക്കുന്ന ഒരാളാരാണ്? വേണു ബാലകൃഷ്ണൻ. സ്ത്രീ വിഷയ ആരോപണങ്ങൾ വേണുവിനെ കുറിച്ചുള്ളത് മാറ്റി നിർത്തിയാൽ കിഡിലം ജേർണലിസ്റ്റ് ആണ് വേണു. വ്യക്തിപരമായി വല്ല വായന, അറിവ്, എന്റെ അഭിപ്രായത്തിൽ ഉണ്ണി ബാലകൃഷ്ണനേക്കാൾ ആഴവും പരപ്പും ബുദ്ധിയും നല്ല ഭാഷയും ഒക്കെ പ്രസന്റേഷൻ സ്കില്ലൊക്കെ വേണു ബാലകൃഷ്ണൻ തന്നെയാണ്. പക്ഷെ വേണുവിനെ കൊണ്ട് പണിയെടുപ്പിക്കാനും പെർഫോം ചെയ്യിക്കാനും കുറച്ച് ബുദ്ധിമുട്ടണം. പുള്ളിക്ക് തോന്നിയാലേ പുള്ളി പണിയെടുക്കും. കൂടാതെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം എല്ലാ ഉത്തരവാദിത്വം അങ്ങോട്ട് തലയിൽ ഏറ്റി വെച്ച് ഒറ്റയ്ക്ക് എല്ലാ പണിയെടുക്കാന്ന് റിപ്പോർട്ടറിൽ അരുണിനെ പോലെയോ നികേഷ് കുമാറിനെ പോലെയൊന്നും അങ്ങനെ ഈ ഭൂമി തലയിലെടുത്ത് വെച്ച് നടക്കാനുള്ള അങ്ങനെ പണിയെടുക്കുന്ന ആളൊന്നും അല്ല വേണു. ഒരു കംഫർട്ടബിൾ ആയ ജോലിന്റെ ഒരു സ്ഥലം വേണം, എഡിറ്റർ വേണം, സഹായിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ നല്ല സാധ്യത എല്ലാം ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണം. അതിൽ ഡെസ്കിൽ ഇരിക്കുന്ന മിടുക്കരായ എഡിറ്റർ മുതൽ വീഡിയോ എഡിറ്റർ, ഗ്രാഫിക്സ് ചെയ്യുന്ന ആള് വരെ വേണം. അങ്ങനെയൊക്കെ ഭയങ്കര നല്ലൊരു സാഹചര്യം ഉണ്ടെങ്കിലേ വേണുവിന്റെ നല്ല കണ്ടന്റ് പുറത്തു വരും. അത് അത്ര എളുപ്പമല്ല. പിന്നെ രാവിലെ വന്നാൽ രാത്രി വരെ സ്ക്രീനിൽ നിന്ന് കാറി പോവാൻ സുജയെ പോലെയൊന്നും വേണുവിന് കിട്ടില്ല. വരും, വിഷയം വായിച്ചു പഠിക്കും, ഒരു ഡിബേറ്റ് കിടലിനായി നടത്തും, വീട്ടിൽ പോകും. ഇതാണ് വേണുവിന്റെ താല്പര്യം. അങ്ങനെയുള്ള വേണുവിനെയാണ് ഇവര് ബിഗ് ടിവിയിൽ ഇട്ട് പണിയെടുപ്പിക്കുന്നത്. സുജയ്ക്ക് അരുണിനോടും ആൻഡോ അഗസ്റ്റിനോടും നികേഷിനോടും ഒക്കെ അവരുടെ തല കടിച്ചു പറിച്ച് അപമാനിച്ച് അലമ്പുണ്ടാക്കി ചർച്ച അലമ്പാക്കുന്നതോ വിജയിപ്പിക്കുന്നതാണ് അറിയാവുന്ന ഏക പണി. അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ ബിഗ് ടിവിയിൽ വേണുവിനെ അനാവശ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യാനും പ്രകോപിപ്പിക്കാനും അടിയുണ്ടാക്കാനും ഒക്കെയാണ് സുജയുടെ ശ്രമം. എന്നാലല്ലേ ഇത് ആളുകൾ അറിയുള്ളൂ. ഒരു ഇര വേണം. വേണു ആണെങ്കിൽ സുജ ഇട്ട് ഇരയില് ചൂണ്ടയിൽ കൊളുത്തിയില്ല എന്ന് മാത്രമല്ല, ഏതോ ഒരു വൈവ എക്സാമിന് ഇരിക്കുന്ന പോലെ ഇങ്ങനെ നല്ല കുട്ടപ്പനായിരുന്നു അവന്റെ സമയം എടുത്ത് ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ താളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പൊ സുജയുടെ തന്ത്രമൊക്കെ അവിടെ പാളിപ്പോയി. അടുത്ത ആള് 24-ൽ നിന്നും ചാടി ബിഗ് ടിവിയിൽ പോയ വിജയകുമാർ. 24-ൽ രാജാവിനെ പോലെ ഇരുന്ന ആളാണ്. മിനിയാന്ന് നോക്കിയപ്പോ അനിൽ അയ്യൂരിനേക്കാൾ കഷ്ടായി പൊങ്കാലിരുന്ന പെണ്ണുങ്ങൾക്കിടയിലൂടെ ഒരു വിജയകുമാർ നല്ല കറ കളഞ്ഞ സംഖ്യയാണ്. കേരള വാർത്തകളൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് റിപ്പോർട്ട് ചെയ്യും, ഇലക്ഷൻ റിപ്പോർട്ടിംഗ് ഒക്കെ നല്ലതാണെങ്കിലും അന്താരാഷ്ട്ര വിഷയത്തിൽ 5 പൈസയുടെ വിവരമില്ലാത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ TV കണ്ടപ്പോൾ തോന്നി എന്നോട് ക്ഷമിക്കുക. അത് തന്നെ ഒരു മുതിർന്ന സംഘീയ മാധ്യമ പ്രവർത്തകന്റെ ആത്മഹത്യ പോലെ എനിക്ക് ആ സ്ക്രീൻ പ്രസൻസ് തോന്നിയത്. മീറ്റ് ദ എഡിറ്റേഴ്സ് ശോകം. 24-ൽ വെച്ച് സുജി അവിടെ ജോലി ചെയ്യുമ്പോൾ സുജിയോട് അടിപിടി കൂടിക്കൊണ്ടിരുന്ന വിജയകുമാർ ബിഗ് ടിവിയിൽ പോയിരുന്ന് ഓം ബ്രാ പറ സുജയാന്ന് പറഞ്ഞിട്ട് സുജിയുടെ കീഴിലിരുന്ന് ഉത്തരവുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ വിജയകുമാറിന്റെ അവസ്ഥ എടുത്ത് വിഷമം തോന്നി. അടുത്തയാള് ഏഷ്യാനെറ്റിൽ നിന്ന് ചാടി ബിഗ് ടിവിയിൽ പോയ ജോഷി കുര്യൻ. ജോഷി കേരളത്തിലെ മികച്ച റിപ്പോർട്ടർമാരിൽ ഒരാളാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ജോഷിക്ക് ഈ ഡെസ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. ജോഷിക്കും പെർഫോം ചെയ്യണമെങ്കിൽ ഒരു PG സുരേഷ് കുമാറോ ഒരു വിനു വി ജോണോ ഒരു സിന്ധു സൂര്യകുമാറോ ഡെസ്കിൽ വേണമെന്ന ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ ആ ഗ്രൂപ്പിൽ ഫിറ്റ് ആവുന്നില്ല. അത് തന്നെയായിരുന്നു സത്യത്തില് സുജയുടെ അവസ്ഥ എന്ന് പറയാം. സുജയ ഒരു ടീമിൽ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ്. സുജയ, അരുൺ, സ്മൃതി, അതൊരു ടീമാണ്. സുജയ്ക്ക് നന്നായി പെർഫോം ചെയ്യാനും പറ്റും. അതിന് വേണമെങ്കിൽ ഒരു എഡിറ്റർ വേണം, ഒരു പ്രൊഡ്യൂസർ വേണം. അതില്ലാതെ ഈ ഉത്തരവാദിത്തം മുഴുവൻ സുജയുടെ തലയിൽ വന്നപ്പോൾ സുജയ പതറിപ്പോയിട്ടുണ്ട്, തോറ്റുപോയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം, ലാലേട്ടൻ ലോകം കണ്ട മികച്ച നടനാണെന്ന കാര്യം നമുക്കാർക്കും ഒരു സംശയമില്ല. നല്ല സംവിധായകന്റെയും പ്രൊഡ്യൂസറുടെയും കയ്യിൽ കിട്ടിയ നല്ല തിരക്കഥയുണ്ടെങ്കിൽ എൻ്റെ അമ്മോ ലാലേട്ടനെ പിടിച്ചാ കിട്ടില്ല. ലോകം വിസ്മയിപ്പിക്കുന്ന കണ്ടന്റുകളാണ് ആ മനുഷ്യനുണ്ടാക്കി കിട്ടുന്നത്. എന്നാൽ ലാലേട്ടൻ സ്വന്തമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്തായിരുന്നു. ഏതായിരുന്നു അത്? ബറോസ്. ഭൂലോക തോൽവി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടില്ല. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുന്നതാണ് മാനം പോകാതിരിക്കാൻ നല്ലത് എന്ന് എനിക്ക് സത്യത്തിൽ തോന്നിയത് ഈ ബറോസ് സിനിമ കണ്ടപ്പോഴാണ്. അതുപോലെയാണ് സുജയുടെ കാര്യം സംഭവിച്ചത്. സ്വന്തമായിട്ട് ബിഗ് ടിവിയിൽ എടുക്കുന്ന സിനിമകളൊക്കെ അലിൻ ജോസ് പെരേരയുടെ ആൽബങ്ങളെക്കാൾ ഫേസ്ബുക്ക് ലൈവിനേക്കാൾ ശോകമൂകമായി പോയി മക്കളെ. രാജമൗലിയുടെ കണ്ടന്റ് വരുന്നില്ല. പാനലിൽ അടുത്ത 2 പേര് ലക്ഷ്മി പത്നിയും അപർണ കുറുപ്പുമാണ്. ചാനൽ ലോഞ്ചിന് നല്ല ഉടുപ്പ് മേക്കപ്പ് ഇട്ട് നല്ല രസമായിട്ട് അനിൽ അയ്യൂർ ഇവർ ഇറക്കിയപ്പോൾ ഞാൻ സത്യത്തിൽ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നേ. എന്നാൽ അവരെ കുറിച്ചൊന്നും ഒരു കുറ്റം പോലും പറയാനില്ലാത്ത പോലെ ചീഞ്ഞളിഞ്ഞു പോയിട്ടുണ്ട് രണ്ടും. ഒരു സ്ക്രീൻ പ്രസൻസും ഇല്ല, ഒന്നുമില്ല. അവർക്കാർക്കും ഒന്നും പറയാനുമില്ല. ഇറാനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. കൂടുതൽ പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധതായി പോയാലോ എന്ന് കരുതി ഇവരെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഈ 2 വരിയിൽ അങ്ങോട്ട് നിർത്തുകയാണ്. അങ്ങനെ ഒരു തരത്തിലും പരസ്പരം ചേരാത്ത, പരസ്പര പൂരകങ്ങളായി മാറാൻ കഴിയാത്ത,
ഒരു കൂട്ടം ആളുകൾ ഒരു പ്ലാനിങ് ഇല്ലാതെ വിഷയം പഠിക്കാതെ അങ്ങാടിയിൽ വന്നിരുന്ന് വായിൽ തോന്നിയത് പറയുകയും മുണ്ട് പൊക്കി കാണിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുകയും ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു തരം താണ പരിപാടിയായി പോയി ബിഗ് ടിവിയിലെ ബിഗ് ചർച്ച. എനിക്ക് അതിന്റെ പേര് മനസ്സിൽ രജിസ്റ്റർ ആയിട്ടില്ല, എന്തോ ഒരു ബിഗ് ചർച്ചയാന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. 24 കൂരാട് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ജൂനിയർ ജേർണലിസ്റ്റ് ആയിരുന്നു അത് ചെയ്തിരുന്നത്, ശ്രീനിത കൃഷ്ണൻ. സത്യത്തിൽ ആ പ്രോഗ്രാമിന്റെ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ പ്രിവിലേജ് അവിടെ 24 ശ്രീനിധയ്ക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഉദാഹരണം, ഏഷ്യാനെറ്റിലൊക്കെ നിശാന്ത് മാവിലെയാണ് നമ്മുടെ ഗം ചെയ്യുന്നത്, അതിനോടൊക്കെ ഇടിച്ചു നിൽക്കാനുള്ള ശ്രമം. ചില എപ്പിസോഡൊക്കെ ശ്രീനിധയുടെ നല്ലതാണെങ്കിലും മൊത്തത്തിൽ ഒരു തേഞ്ഞ ഷോ ആയിരുന്നു അത്. കൂരാണ്, കൊള്ളൂല, പേരും ചീത്ത. എന്നിട്ടും പ്രൈം ടൈമിൽ ശ്രീനിധിക്ക് ഇടമുണ്ടായിരുന്നു ആ ഷോയ്ക്ക്. അതുകൂടാതെ ഈ അവതാരപ്പുലികളൊക്കെ പോലെ സീനിയർ ജേർണലിസ്റ്റുകളൊക്കെ വരുന്ന പ്രോഗ്രാമിൽ ഈ കുട്ടിയെ 24 ഇരുത്തുന്നത് ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്തായിരിക്കും ഈ കുട്ടിക്ക് 24 കിട്ടുന്ന പ്രിവിലേജ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആരായിരുന്നു ഈ കുട്ടിയുടെ ഗോഡ് ഫാദറിന്? ഈ കുട്ടിയും ബിഗ് ടിവിയിലേക്ക് പെട്ടിയും കിടക്കി എടുത്തു പോയി. എന്താവും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണണേ. മാധ്യമപ്രവർത്തകർ കുറച്ച് പേരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ബിഗ് ടിവി വലിയ സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുവെന്നാണ്. ഹൈദരാബാദിലെ ഒരു പഴയ സ്റ്റുഡിയോ സ്പേസും ജാംബവാന്റെ കാലത്തുള്ള ക്യാമറ, ഇപ്പോൾ ഒക്കെ എല്ലാവരും ഉപേക്ഷിച്ച ക്യാമറയും സൗണ്ട് ലൈറ്റ് സിസ്റ്റം ഒക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പണം വാരി എറിഞ്ഞാലേ ഇവർക്ക് ശരിയാക്കാനോ നിലത്ത് നിൽക്കാനോ പറ്റൂ. അതിലുപരി അനിൽ അയിരൂർ എന്നാൽ ഈ ചുരുങ്ങിയ സാഹചര്യത്തിൽ ചെലവ് ചുരുക്കി പണിയെടുക്കുന്ന ആളൊന്നല്ല, ഇഷ്ടം പോലെ പണം വാരി എറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന ആരാണ്? അനിൽ അയിരൂർ. ബിഗ് ടിവി കടുത്ത സാമ്പത്തിക ദാരിദ്ര്യത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ഈ ഓഫർ ചെയ്ത പണമൊക്കെ ജേർണലിസ്റ്റുകൾക്ക് കിട്ടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വേറൊരു കാര്യം, ബിഗ് ടിവി പല ജേർണലിസ്റ്റുകളെയും സാങ്കേതിക വിദഗ്ധരെയും ഒക്കെ മറ്റ് ചാനലിൽ നിന്ന് വലിച്ചത് വലിയ പണം ഓഫർ ചെയ്തിട്ടാണ്. അത്ര ലക്ഷം തരാം, ഇത്ര ലക്ഷം തരാന്ന്. പൊതുവേ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഈ പണം വലിയ കാര്യവുമാണ്, തർക്കമില്ല. ജീവിക്കണ്ടേ? അത്ര കഷ്ടത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ സാമ്പത്തിക അവസ്ഥ. റിപ്പോർട്ടറിലും 24 ആണെങ്കിൽ രാജിവെക്കുമ്പോൾ ഒരു നോട്ടീസ് പീരീഡ് ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്, ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ട്. നോട്ടീസ് നൽകി 2 മാസം കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ഇന്ന് ബിഗ് ടിവി പോകാറുണ്ട്, ഇന്ന് പോകാൻ പറ്റില്ല, 2 മാസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണമൊക്കെ പിടിച്ച് വെക്കും, ആനുകൂല്യമൊക്കെ പിടിച്ചു വെക്കും. റിപ്പോർട്ടർ ടിവിയും ബിഗ് ടിവിയും ഒക്കെ ആളുകളെ മറ്റ് ചാനലിൽ നിന്ന് വരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഓഫർ, നിങ്ങൾ നോട്ടീസ് പീരീഡ് നോക്കണ്ട, ഇന്ന് തന്നെ ഇറങ്ങിക്കോ, നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടം എന്ന് വെച്ചാൽ ഞങ്ങൾ തരാമെന്നാണ്. ഇന്ന് തന്നെ എന്ന് പറയും. അങ്ങനെയാണ് ആൻഡോ അഗസ്റ്റിന് അങ്ങനെ എത്രയോ പേരെ റിപ്പോർട്ടറിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് പൈസയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യഘട്ട നിയമനങ്ങൾ. എന്നാൽ ഇപ്പോൾ ബിഗ് ടിവി അങ്ങനെ ഓഫർ ചെയ്തവരോട് പോലും പറയാണ് നോട്ടീസ് പീരീഡ് പൂർത്തിയാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് കേട്ടുകേൾവികൾ. SK എന്നൊക്കെ ആരാ മോൻ ആലോചിച്ച് നോക്കുക. ഈ വിവരം അറിഞ്ഞ പാടെ പോകാനിരുന്ന ഒക്കത്തിനെ റിലീവ് ചെയ്ത് വിട്ടെന്നൊക്കെയാണ് പിന്നാമ്പുറ കഥകൾ. സത്യത്തിൽ മാധ്യമരംഗം അനാവശ്യമായ മത്സരം, കുതികാൽ വെട്ട്, മറുകണ്ടം ചാടൽ, പണത്തിന് വേണ്ടിയുള്ള ബാർഗനിങ് ഒക്കെ കാരണം ഒരു മലീമസ ചവറുകൂനിയായി മാറിയിരിക്കുകയാണ്. അണിയറ കഥകൾ കേൾക്കുമ്പോൾ നാണം തോന്നുകയാണ്. പറയാൻ പറ്റുന്ന മാത്രം ഞാനിവിടെ പറഞ്ഞ്. സുജയ സത്യത്തിൽ പെട്ടു, പുലിവാല് പിടിച്ച പോലെയായി. അരുണിനോടും ആൻഡോയോടും തല്ലുകൂടി, ഒരു ഉത്തരവാദിത്വവും ചുമലിലേറ്റാതെ പകലത്തെ അടിയൊക്കെ കഴിഞ്ഞ് രാത്രി പോയി ഇറങ്ങി രാവിലെ വീണ്ടും വന്ന് തല്ലുകൂടുന്ന്, വായിൽ തോന്നുന്നു പറയുന്നത് പോലെ അല്ല, നിസ്സാരമല്ല ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ചുമതല. ചീഫ് എഡിറ്റർ എന്നാൽ സ്വന്തം ചുമലിൽ ബിഗ് ടിവിയെ ഏറ്റി ഒരു കര പറ്റിക്കണം. നിലവിലുള്ള ടീമിനെ കൊണ്ട് സുജയ്ക്ക് അത് നടത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാധ്യമരംഗത്തെ രാജമൗലി അണ്ടിപോയ അണ്ണാനെ പോലെ പിന്നെ പൊങ്കാലയിട്ട് ആറ്റുകാലിൽ കൂടെ നടക്കുക, അലൻജോസ് പെരേരയായി മാറി ഓരോ ദിവസം കഴിയും തോറും അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ടിവിക്ക് ശരിക്കും ഒരു എഡിറ്ററുടെ കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റിപ്പോർട്ടറിൽ അരുണിനെ പോലെ അല്ലെങ്കിൽ നികേഷിനെ പോലെ ഒരു വിഷനൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായരെ പോലെ ഒരാളില്ലാതെ ഈ അനിൽ അയിരൂരിന് ഒറ്റയ്ക്ക് ഒരു അത്ഭുതവും കാണിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. അനിൽ അയിരൂരല്ല ഈ ആൻഡോ അഗസ്റ്റ്, രണ്ടുപേരും വേറെയാ. നമ്മൾ ഇതുവരെ കണ്ടതിലൊന്നും അനിൽ അയിരൂർ മാജിക് ഒന്നും ആയിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇട്ട് മൂടാൻ പണം കഴിവുള്ള എഡിറ്റർമാരുണ്ടാകുമ്പോൾ അവരെ വെച്ച് അനിൽ അയിരൂർ ചെയ്തിരുന്ന മാജിക്കാണ് നമ്മൾ ഇത് കണ്ടിരുന്നിരുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് അനിൽ അയിരൂരിന് സുജയ പാർവതിയെ വെച്ച് ഒരു മാജിക്കും കാണിക്കാൻ കഴിയില്ല എന്നതാണ് ബിഗ് ടിവിയിൽ നിന്ന് നമ്മൾ ഇത്ര ദിവസം കണ്ട് മനസ്സിലാക്കിയ കാണാം. പൈസയില്ല. മൊത്തത്തിൽ ബിഗ് ടിവി തുടങ്ങും മുമ്പ് 8 നിലയിൽ പൊട്ടി എന്ന് പറയാം. എനിക്ക് തോന്നുന്നു മുങ്ങുന്ന കപ്പലിൽ നിന്ന് ആദ്യം ചാടി രക്ഷപ്പെടാൻ പോകുന്നത് വേണു ബാലകൃഷ്ണൻ ആയിരിക്കുമെന്നാണ്. കാരണം ഈ ചർച്ചയിലൊക്കെ വരുമ്പോൾ സുജയ എങ്ങനെ വിളിച്ചിരുത്തി ഇത്തിരി ഒരു മുതിർന്ന ജേർണലിസ്റ്റിനെ ഇങ്ങനെ അപമാനിക്കുന്നത് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? അഭിമാനമാണ് വലുതെങ്കിൽ, അന്തസ് ഉണ്ടെങ്കിൽ, ഈഗോ ഉണ്ടെങ്കിൽ വേണു ഉടൻ പുറത്തേക്ക് പോകും. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാൻ തോന്നുന്നേ, ഞാൻ ഈ അനിൽ അയിരൂരിനെ അലിൻ ജോസ് പെരേരയായിട്ട് കമ്പയർ ചെയ്തു ആറാട്ടണ്ണനെ പറ്റി പറഞ്ഞൊന്നും ആറാട്ടണ്ണനെയോ അലിൻ ജോസ് പെരേരനെയോ അപമാനിക്കാൻ വേണ്ടിയല്ല. അവരുടേതായ സ്പേസിൽ ഞാൻ അംഗീകരിക്കുന്ന ആളുകളാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ ഇവരുടെ വീഡിയോ റീലൊക്കെ കാണാറുണ്ട്. ഞാൻ ആ ഉദ്ദേശിച്ച എന്തിനാന്ന് വെച്ചാൽ ഈ ബിഗ് ടിവിയുടെ ലോഞ്ചിന് ലക്ഷ്മി പത്മ പറയുക മാധ്യമ രോഗത്തെ രാജമൗലി എന്ന്. ആ രാജമൗലി എന്നിട്ട് എന്ന് വെച്ചാൽ
നമ്മളെ ബാഹുബലിയൊക്കെ ഉണ്ടാക്കിയ രാജമൗലി എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അലിൻ ജോസ് പെരേര ഉണ്ടാക്കുന്ന പോലത്തെ ആൽബവും മ്യൂസിക് ആൽബവും ഷോർട്ട് മൂവിയും ഉണ്ടാക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ അത് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിൽ എനിക്ക് പെട്ടെന്ന് സംസാരിച്ചു വന്നപ്പോൾ തോന്നിയ പേര് അലിൻ ജോസിന്റെ ആണ്. അത് പറഞ്ഞ് അലിൻ ജോസിനെ അപമാനിക്കാനുള്ള ഒരു ഉദ്ദേശമുള്ള പ്രിയപ്പെട്ട അലിൻ ജോസ് സാറാട്ടനെ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ടെലിവിഷൻ മേഖലയിലെ രാജമൗലിയാണ് അനിൽ അരൂർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ